Hello friends, welcome to our channel. ഞങ്ങൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് മാളിലേക്ക് പോയ വഴിക്ക് എടുത്ത വീഡിയോ ആണിത്. മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ സാധനം വാങ്ങാൻ പോകുന്ന കൂട്ടത്തിൽ തന്നെ പുറത്തുനിന്ന് ഒന്ന് ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് വാങ്ങി കൊടുക്കാറുണ്ട്. ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് തന്നെ മാളിലൊക്കെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങി. മാളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നമ്മളപ്പോൾ ഒരു ജംബോ പേപ്പർ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് ഒരെണ്ണം ഉണ്ടെങ്കിൽ പിള്ളേർക്കും കഴിക്കാം, ബാക്കി കൊണ്ട് എനിക്കും കഴിക്കാം. വലിയൊരു തൊപ്പിയുടെ ഷേപ്പിലായതുകൊണ്ട് തന്നെ ഇത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം ഇവരുടെ എക്സ്പ്രഷൻ നോക്കിയിരിക്കുമായിരുന്നു. രണ്ടുപേരും ആവശ്യത്തിന് കഴിച്ചതിന് ശേഷം ബാക്കി എനിക്ക് തന്നിട്ടുണ്ട്. അതും കഴിച്ച് ഞങ്ങൾ നേരെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് മാളിലേക്ക് പോവുകയാണ് ചെയ്തത്. വീട്ടിൽ വന്നതിന് ശേഷം വാവ എല്ലാവരെയും പാട്ടും കഥയൊക്കെ പാടി കേൾപ്പിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. കുളത്തിലും നോക്കിയപ്പോൾ ആ കുളത്തിലും വെള്ളം മുറ്റണ്ടായിട്ടപ്പോൾ ആ കുളത്തിൽ കൂടെ വെള്ളം പൊങ്ങി വന്നില്ല. കല്ലിട്ടപ്പോൾ വെള്ളം പൊങ്ങി വന്നു. അപ്പം ദാഹം മാറി. ആ കാക്കേൻ്റെ ദാഹം മാറി. ആ കാക്ക നല്ലതാക്കി. അതും പോയ ഇന്ന് എന്തായാലും നല്ല മൂഡായിരുന്നു. അതുകൊണ്ട് കുറേ പാട്ടും കഥയൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ തന്നെ വാരി കൊടുക്കുവാണ്. മുരിങ്ങക്കോലൊക്കെ ഇഷ്ടമാണ്. അപ്പം ഒരു മുരിങ്ങക്കോലൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഉരുള പിടിച്ച് വാരി കൊടുക്കുന്നുണ്ട്. കുളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് വാരി കൊടുക്കുവാണെങ്കിൽ മേത്തൊന്നും ആക്കാതിരുന്നോളും. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ചോറും കൂടെ വാരിക്കൊടുത്ത് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ആണ് ചോറൊക്കെ വാരിക്കൊടുക്കുന്നത്. നല്ലൊരു മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ചൂടിനൊക്കെ ഇച്ചിരി ഒന്ന് ആശ്വാസമായിട്ടുണ്ട്. ഇന്ന് കറികളുടെയൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ഇന്ന് നമുക്ക് തക്കാളി മുരിങ്ങക്കോല് കറിയും പിടിപ്പയർ തോരനും പപ്പടവും കൂടെ ഉണ്ടായിരുന്നു. അച്ചിങ്ങപ്പയറായിരുന്നു തോരൻ വെച്ച്. ഈ പയറിനൊക്കെ ഒരു പച്ചച്ചുവ ഉള്ളത് കൊണ്ട് എപ്പോഴും പയറും ബീൻസും ക്യാരറ്റും ഒക്കെ വെക്കുമ്പോൾ ഞാനൊരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ടതിന് ശേഷമാണ് തോരനാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ കൊടുത്തു വിട്ടാൽ അത് ഫുള്ളായിട്ട് കഴിച്ചോളൂ. പപ്പടം പെട്ടെന്ന് ചീത്തയാകാതിരിക്കാൻ വേണ്ടി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം ഇതുപോലെ ടിന്നിലിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കൊടുക്കാൻ പറ്റും. ഇന്നത്തെ ചെറിയ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.